നമസ്കാരം, ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കോട്ടൂർ. അമ്പൂരിയിലെ കാഴ്ചകളിൽ പുതിയൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അമ്പൂരി പഞ്ചായത്തല്ല, വെള്ളറട പഞ്ചായത്തിൽ കാക്കത്തൂക്കിക്ക് സമീപം, അതായത് അമ്പൂരി പഞ്ചായത്തിൽ നമ്മൾ കൂനിച്ചിമല നിങ്ങൾ കണ്ടു കാണുമല്ലോ. കൂനിച്ചിമലയിൽ നിന്നും വീണ്ടും കുറച്ചുകൂടി മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ കൂതാളി എത്തുന്നതിന് മുമ്പായിട്ട്, അതായത് വെള്ളറട പഞ്ചായത്തിലെ തെക്കൻ കുരിശുമല എന്ന സ്ഥലത്തേക്ക് വരുന്ന കൂതാളിക്ക് തൊട്ട് മുമ്പായിട്ട് കാക്കത്തൂക്കി എന്ന ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കുറച്ച് ദൂരം വന്നാൽ ഒരു 650 മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്ലാങ്കുടിക്കാവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മനോഹരമായ പാറയുടെ മുകളിലേക്ക് വണ്ടി വന്ന് നിൽക്കും. അവിടെ നിന്ന് കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അമ്പൂരി കാണാൻ വരുന്നവർക്ക് ഉറപ്പായും വന്ന് കാണാൻ പറ്റിയ മറ്റൊരു വ്യൂ പോയിൻ്റാണ് പ്ലാങ്കുടിക്കാവ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാക്കത്തൂക്കി എന്ന സ്ഥലത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് 650 മീറ്റർ വരുമ്പോഴാണ് പ്ലാങ്കുടിക്കാവ് എന്ന ഈ മനോഹര സ്ഥലത്തെത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ കാണുന്നത് കൂനിച്ചിമലയാണ്. കൂനിച്ചിമലയുടെ ഇത്രയും വൈഡ് വ്യൂ കാണാൻ പറ്റുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ അമ്പൂരിക്ക് പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് കൂനിച്ചിമല കാണാൻ പറ്റും. അമ്പൂരിൽ നിന്നും 7 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. മാടശ്ശേരി വെള്ളച്ചാട്ടം വാഴ്ചൽ, അവിടെ നിന്നും 10 കിലോമീറ്റർ ദൂരം. വെള്ളറട റൂട്ടിൽ ആനപ്പാറ വന്ന് ആനപ്പാറയിൽ നിന്നും കുലശേഖരം, കടുക്കറ കുലശേഖരം റൂട്ടിൽ വന്നിട്ട് ആറാട്ടുകുഴി എന്ന സ്ഥലത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കുരിശുമല പോകുന്ന വഴിക്ക് വന്ന് കൂതാളി കഴിഞ്ഞ് വീണ്ടും അമ്പൂർ റൂട്ടിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പ്ലാങ്കുടിക്കാവിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ആദ്യം കാണുന്നത് കൂനിച്ചിമല, രണ്ടാമത് കാണുന്നത് കൊണ്ടേറ്റിമല, വലതു ഭാഗത്തായിട്ട് കുരിശുമല കാണാൻ പറ്റും.
ഈ കാണുന്നതാണ് കുരിശുമല. ആ മുകളിലൊരു നീല കളറിൽ കാണുന്നുണ്ട് കുരിശുമല. ഇപ്പുറത്ത് കൊണ്ടോട്ടി മല, ഈ കാണുന്നത് കൂനിച്ചിമല. അങ്ങോട്ട് ഇടത് സൈഡ് പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി. ക്യാമറ ഇന്ന് കൊണ്ടുവന്നില്ല, സൂം ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടൊരു ദൃശ്യം അവിടെയുണ്ട്. 2 പാറയുടെ മുകളിൽ വീണ്ടും ഒരു ചെറിയ പാറ നിൽക്കുന്നില്ലേ. അപ്പുപ്പന്താടി ട്രാവൽ ഗ്രൂപ്പിൻ്റെ ടീമുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടേക്ക് എത്തിയത്. അവരും ആദ്യമായിട്ട് വരികയാണ്, ഞാനും ആദ്യമായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. മാത്രമല്ല ഇന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പുപ്പന്താടി ട്രാവൽ ഗ്രൂപ്പിൻ്റെ കുറേ ട്രിപ്പ് അമ്പൂരിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ MD ആയിട്ടുള്ള സജന ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ സജന നമ്മളോടൊപ്പം ഉണ്ട്. സജനയോട് തന്നെ ചോദിക്കാം, എന്താണ് നമ്മൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പുതുതായിട്ട് വരികയല്ലേ? വളരെ അമ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു അൺഎക്സ്പ്ലോർഡ് സൈഡാന്ന് പറയാം. നമ്മൾക്ക് കേൾക്കുമ്പോൾ അത് അമ്പൂരി ഒരു വില്ലേജ് എന്ന് തോന്നുമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അമേസിങ് പ്ലേസ്. ലൈക്ക് അതിലിപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ കാളിപ്പാറ കയറി, പിന്നെ അത് കഴിഞ്ഞ് മാടശ്ശേരി ഫോൾസിൽ ഇറങ്ങി ഒന്ന് റിഫ്രഷ് ആയി. അത് കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് പ്ലാങ്കുടിക്കാവ്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആകാശം, ഇവിടുത്തെ കാറ്റ്, വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അത് പറയാൻ വാക്കുകളില്ല. അത് പരിചയപ്പെടുത്തുന്നത് സുമേഷ് ചേട്ടന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ ഈ വീഡിയോ കണ്ടിങ്ങോട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് വരണം. പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒന്നും ഇവിടെ കളയരുത്. ഞങ്ങളുടെതെല്ലാം ഒരു കവറിൽ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു കാര്യം പറയണം. കാരണം ഇത്രയ്ക്കും ഭംഗിയുള്ളൊരു സ്ഥലം. എല്ലാവരും തിരുവനന്തപുരത്ത് 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ പൊന്മുടിയൊക്കെ പോകുമ്പം നമുക്ക് അതിലും ബെറ്റർ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അമ്പൂരി. സോ വരിക, ആസ്വദിക്കുക, അതുപോലെ ഉത്തരവാദിത്തോടു കൂടെ പെരുമാറുക. താങ്ക് യു. ഞങ്ങളുടെ അപ്പുപ്പന്താടി ട്രാവൽ ഗ്രൂപ്പിനെ കുറിച്ചുകൂടെ 2 വാക്ക് പറയണം. കാരണം അത് കൂടുതൽ എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അറിയാത്തവർക്ക് വേണ്ടി അറിയാം, കൂടുതൽ ആൾക്കാർക്ക് അറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഒരു നമ്മൾ 2016 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 9 വർഷമായി. ഇപ്പം 950ഓളം ട്രിപ്പുകൾ ചെയ്തു. അതിൽ അമ്പൂരിയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത് 4-മത്തെയോ 5-മത്തെയോ ട്രിപ്പാണ്. നമുക്ക് ലേഡീസ് ഓൺലി ട്രിപ്പുകളുണ്ട്, അതുപോലെ തന്നെ മിക്സഡ് ഫാമിലി ഗ്രൂപ്പുകളുണ്ട്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം വരും. നമുക്കൊരു ഏജ് റെസ്ട്രിക്ഷനോ അങ്ങനെ ഒന്നുമില്ല. യാത്രയോട് താല്പര്യമില്ല, ഞങ്ങളുടെ കൂടെ കൂടാൻ താല്പര്യമുള്ള ആർക്കും ഞങ്ങളുടെ കൂടെ വരാം. ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ ഫോൺ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ സുമേഷ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാലും നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അതാണ് അപ്പുപ്പന്താടി. ഏതായാലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ സജിനയുടെ കോൺടാക്ട് നമ്പർ, ഇവരുടെ കമ്പനിയുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യും. അതെ അതെ. അപ്പോൾ അമ്പൂരി കാണാൻ എത്തുന്നവർക്ക് അതിമനോഹരമായ മറ്റൊരു സ്ഥലം പരിചയപ്പെടുത്തിയിരിക്കുകയാണ് പ്ലാങ്കുടിക്കാവ്. കൂടുതൽ പറയാതെ തന്നെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കാണും. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ അമ്പൂരിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 1 ഡേ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും വേഗം വന്നെത്തി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അമ്പൂരി പഞ്ചായത്ത്. ഇനിയും ഒട്ടേറെ സ്ഥലങ്ങൾ, കിടനായിട്ടുള്ള ഒട്ടേറെ സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് വന്ന് കാണേണ്ടതുണ്ട്. അതെല്ലാം വരും സമയങ്ങളിൽ ഓരോന്നോരോന്നായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അമ്പൂരി കാണാനെത്തുന്നവർ ഉറപ്പായും ഈ പ്ലാങ്കുടിക്കാവ് കൂടി വന്ന് കാണുക. വണ്ടി ഓടി ഇതിൻ്റെ മുകളിൽ, പാറയുടെ മുകളിൽ വന്ന് നിൽക്കും. പക്ഷേ മാക്സിമം 17 സീറ്റ് ടെമ്പോ ട്രാവലറിന് വരെ മാത്രമേ ഇവിടെ എത്താറുള്ളൂ. അതിൽ മുകളിലുള്ള വാഹനങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല. ഏകദേശം 650 മീറ്റർ താഴെ ഇട്ടിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതുകൂടി ഓർക്കുക. പ്രത്യേകിച്ച് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ശുദ്ധമായി കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്നവർ ഈ സ്ഥലത്തെ സംരക്ഷിക്കാൻ കൂടി ശ്രമിക്കുക. പ്ലാസ്റ്റിക്കോ അമ്മാതിരിയുള്ള സാധനങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.